അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? ഈ 5 വിഭാഗത്തിൽ ഏത് നിസ്കാരത്തിലാണ് നമ്മളുള്ളത്? വളരെ ഗൗരവമുള്ള മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുപോകുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിസ്കാരക്കാരെ 5 വിഭാഗങ്ങളാക്കി പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വിഭാഗങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളൊക്കെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ എത്ര ജാഗ്രത പാലിക്കണം, എത്ര ശ്രദ്ധ കൊടുക്കണം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന വാചകമാണത്. അതിൽ ഒന്നാമത്തെ വിഭാഗം അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് അവർ മുആഖബാണ്. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്നവരാണ്. നിസ്കരിക്കാത്തവരെക്കുറിച്ചല്ല ഷെയ്ഖ് പറയുന്നത്, മറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത് നിസ്കരിക്കുന്നവരിൽ തന്നെ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശമെന്ന് പരിചയപ്പെടുത്തപ്പെട്ട വിഭാഗം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കാരത്തെ ഗൗരവമായി കാണുന്നില്ല. നിസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്കരിക്കുന്നുണ്ട്. പലപ്പോഴും വൈകി അതിൻ്റെ ഒരു സമയത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ, അതിൽ പാലിക്കേണ്ട റുക്നുകളും നിർബന്ധ ഘടകങ്ങളും പാലിക്കുന്നില്ല എങ്കിൽ, വുളൂ ശരിയായി നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ, കേവലം ഒരു ചടങ്ങായി അത് ചെയ്തു തീർക്കുന്ന അവസ്ഥയാണ് എങ്കിൽ തീർച്ചയായും അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വിഭാഗത്തിലാണോ നമ്മൾ നിലവിലുള്ളത്? നമുക്ക് നിസ്കാരം വലിയൊരു പ്രശ്നമല്ല. നിസ്കരിക്കുന്നുണ്ടോ ചോദിച്ചാൽ നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ നിസ്കാരത്തിന് കൊടുക്കേണ്ട പ്രാധാന്യവും അതിനെ ഗൗരവത്തോടുകൂടെ കാണുന്ന അവസ്ഥയും നമുക്കില്ല എങ്കിൽ, നമ്മുടെ റുക്കൂഉകളും സുജൂദുകളും തുമഅനീനത്തില്ലാതെ, അടക്കമില്ലാതെ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കുന്ന അവസ്ഥയാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് മുഹാസബാണ്. രണ്ടാമത്തെ വിഭാഗം വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. അവർ ബാഹ്യമായ നിസ്കാരത്തിൻ്റെ രൂപം അത് ശ്രദ്ധിക്കുന്ന ആളുകളാണ്. വുളൂ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അർക്കാനുകൾ, നിർബന്ധ ഘടകങ്ങൾ അതും കൃത്യമായി ചെയ്യുന്നുണ്ട്. പുറത്തു നിന്ന് അയാളെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ബാഹ്യമായി നല്ല രീതിയിൽ നിസ്കരിക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ തന്നെയാണ് ബാഹ്യമായി വുളൂ ഒക്കെ ചെയ്യേണ്ട രീതിയിലും രൂപത്തിലും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിസ്കാരത്തിൻ്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ തന്നെയാണ് ബാഹ്യമായി നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിസ്കാരത്തിന് തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ ഭൗതികമായ ചിന്തകളിലാണ് അവനുള്ളത്. പിശാച് പലതും അവനെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പല ചിന്തകളിലേക്കും അവനെ നയിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ അവൻ പോകും. അതിൻ്റെ പിന്നാലെ അവൾ സഞ്ചരിക്കുന്നു. ശരീരം മാത്രം നിസ്കരിക്കുന്നു, മനസ്സ് പലപ്പോഴും പൂർണ്ണമായി ദുനിയാവിനെക്കുറിച്ചുള്ള ചിന്തകളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, വീട്ടുകാര്യങ്ങളെക്കുറിച്ച്, മറ്റു പലതിനെക്കുറിച്ചും ചിന്തിച്ച് സമയം ചെലവഴിക്കുന്ന അവസ്ഥ. അവരെ സംബന്ധിച്ചിടത്തോളം ഷേഖ് പറയുന്നത് അവർ വിചാരണയ്ക്ക് വിധേയമാകുന്നവർ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന് വിധേയമാകും. അവരുടെ നിർബന്ധ ബാധ്യത അവർ നിർവഹിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ
നിസ്കരിക്കുക എന്നുള്ള സംഗതി അവർ ചെയ്തിട്ടുണ്ട്. ബാഹ്യമായി അവരെ നന്നാക്കിയിട്ടുണ്ട്. പിശാച് ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ചിന്തകളുമായി പോരാടാത്തവരാണവർ. വീണ്ടും നിസ്കാരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പരിശ്രമിക്കാത്ത ആളുകളാണവർ. അവർ വിചാരണയ്ക്ക് വിധേയമാകും എന്നാണ് പ്രമാണങ്ങൾ വെച്ച് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. അവർക്ക് പ്രതിഫലത്തിൽ കുറവുണ്ടാകും. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം മുക്കഫറുൻ അൻഹു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുള്ളതാണ്. കാരണം ഇവർ ഭൗതികമായി അല്ലെങ്കിൽ ബാഹ്യമായി നിസ്കരിക്കേണ്ട രൂപം കൃത്യമായി പാലിച്ച് അർക്കാനുകളും എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നു. അവരെ ചിന്തകളിലേക്ക് ശൈത്താൻ ഭൗതികമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ചിന്തകളോട് പോരാടി വീണ്ടും തിരിച്ച് നിസ്കാരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ അവർ ജിഹാദ് ചെയ്യുന്നു, അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നിരന്തരം അവരുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഷേഖ് പറയുന്നത് അവർ ജിഹാദിലാണ് എന്നാണ്. അവർ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മാക്സിമം നിസ്കാരം റെഡിയാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. ഭൗതിക ചിന്തകളിലേക്ക് പോകും ആ ചിന്തക, അപ്പോഴേക്ക് വീണ്ടും തിരിച്ച് നിസ്കാരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. ഞാൻ നിസ്കരിക്കുകയാണല്ലോ എന്ന ചിന്ത വീണ്ടും അതിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ പിശാചുമായി നിരന്തരം ഏറ്റുമുട്ടുന്നതിലൂടെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. അതാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം മുസാബുൻ, പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാഹ്യമായ നിസ്കാരത്തിൻ്റെ രൂപം അതൊക്കെയാണ്. അതേപോലെ തന്നെ ആത്മീയമായി മനസ്സ് പൂർണ്ണമായും നിസ്കാരത്തിലാണ്. ഭൗതികമായ ചിന്തകളിലേക്ക് അവരുടെ ഹൃദയം പോകുന്നില്ല. അവർ പൂർണ്ണമായി നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായി നിസ്കാരത്തിലാണ്. അവരുടെ ശരീരവും മനസ്സുമെല്ലാം പൂർണ്ണമായും നിസ്കാരത്തിലാണ്. ഖുശൂ ഉള്ളവരാണവർ. നിസ്കാരത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരാണവർ. അവർക്ക് പൂർണ്ണമായ പ്രതിഫലം റഹ്മാനായ റബ്ബ് നൽകുന്നതാണ്. അഞ്ചാമത്തെ വിഭാഗം മുഖറബാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലെയും എല്ലാ ഘടകങ്ങളിലും ഏറ്റവും മുന്തിയ നിലയിൽ നിൽക്കുന്ന ടീമാണ്. മുഖറബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഏറ്റവും സാമീപ്യം ലഭിച്ചവർ, അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അവർക്ക് ആനന്ദമാണ്, ആശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എനിക്കെൻ്റെ നിസ്കാരത്തിനാണ് കൺകുളിർമ നൽകപ്പെട്ടിട്ടുള്ളത്. അവർ ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാരമായിട്ട് എല്ലാവർക്കും തോന്നുന്നത്. നിസ്കാരം എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം കിട്ടുന്ന നിമിഷം. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ അള്ളാഹിനോട് സംസാരിക്കുകയാണ് എന്ന ഫീലിംഗ് പൂർണ്ണമായി നിലനിർത്തുന്നവർ, ഞാൻ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നിസ്കരിക്കുകയാണ് എന്ന മാനസികാവസ്ഥയിൽ അള്ളാഹിനെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ ഓരോ കാര്യങ്ങൾക്കും മറുപടി നൽകുന്നുണ്ട് എന്ന മാനസികാവസ്ഥയിൽ നിസ്കരിക്കുന്ന ആളുകൾ, ആ നിസ്കാരത്തിലേക്ക് അവർ ലയിച്ച് ചേരുകയാണ്. അതാണ് മുഖറബ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മളുള്ളത്? ഒന്നാമത്തെ വിഭാഗത്തിലോ രണ്ടാമത്തെ വിഭാഗത്തിലോ ആണ് നമ്മളുള്ളതെങ്കിൽ തീർച്ചയായും നമ്മൾ അത് 3ലേക്കും 4ലേക്കും 5ലേക്കും പടിപടിയായി നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിനുള്ള പരിശ്രമം ഉണ്ടാകണം, അതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഇഹലോകത്ത് ആ ഒരു ആശ്വാസം നിസ്കാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനും പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെയുള്ള ഒരു അവസരം ഹിമായ ഓൾറെഡി ഒരുക്കുന്നുണ്ട്. ഒരു നിസ്കാരത്തെക്കുറിച്ചുള്ള 7 ദിവസത്തെ ഒരു ഫ്രീ കോഴ്സ് ഓൺലൈനായി നമുക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്.
അതിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കൊടുത്ത 9539 0091 36 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ആ ഫ്രീ കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കാരത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ്, നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള തീമിലാണ് 7 ദിവസത്തെ ക്ലാസ് അൽഹംദുലില്ലാ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു നന്മ മറ്റുള്ളവർക്ക് കൂടി നമ്മൾ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഫോളോ ചെയ്യുക. കാരണം ഒരുപാട് നന്മയുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.